ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഷാഹി പനീറാണ്. ഓക്കെ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന മാതിരി. ഓക്കെ, വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അതിനാവശ്യം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇത് പത്ത് നമ്മുടെ പിന്നെ അത് 2-3 കുരുമുളക്, കുറച്ച് നമുക്ക് പെരുംജീരകം, പിന്നെ ഒരു കറുവാപ്പട്ട, പിന്നെ ഗ്രാമ്പു, ഇതെല്ലാം വേണം. നമുക്കപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. തിളയ്ക്കുന്ന വെള്ളത്തിൽ നമുക്ക് പിന്നെ വേണ്ട ചേരുവകൾ നമ്മുടെ ഇതാണ്. ഒരു 2 ഉള്ളി, ഓക്കെ, 2 ഉള്ളി, പിന്നെ ഒരു 3 ടൊമാറ്റോ ഇടാം. ഓക്കെ, കുറച്ച് ഗ്രേവിയൊക്കെ ഇവിടെ കഴിക്കുന്ന കൂട്ടത്തിലുള്ള എല്ലാവരും. പിന്നെ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് എന്താ പറയുക, ഗാർലിക്ക്, വെളുത്തുള്ളി ഒരു 8-10 ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കടം മസാല ഇടാം. ഓക്കെ, അതൊന്ന് തിളക്കട്ടെ. 8-10 നമുക്ക് കാഷ്യൂനട്ട് ഇടണം. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഷാഹി എന്ന് പറയുന്നത്. ഷാഹി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ കഴിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഓക്കെ, അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിക്കാം. നമുക്ക് ഈ കറുവാപ്പട്ടയൊക്കെ ഇതൊക്കെ വേണ്ട, അതൊക്കെ നമുക്ക് എടുക്കാം. അതിൻ്റെ എസൻസ് വന്നല്ലോ. ഇനി നമുക്ക് ഈ ടൊമാറ്റോൻ്റെ തൊലി കളഞ്ഞാൽ മതി. പെട്ടെന്ന് ഇങ്ങനെ ഉരിഞ്ഞു വരും. ഓക്കെ, കുറച്ച് ചൂടാണ്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു 1.5 സ്പൂൺ മതി കേട്ടോ. ജീരകം ഇടണമെങ്കിൽ ജീരകം ഇടാം. ഓക്കെ, നമുക്ക് എന്താ ചെയ്തിട്ട് നമ്മൾ ബ്ലാൻഡ് ചെയ്തത് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളിടാം. ഇത് ടൊമാറ്റോ നമ്മൾ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നാടൻ ടൊമാറ്റോ ആണ്. അതുകൊണ്ട് അതിനൊരു നിറമില്ല, പക്ഷെ നല്ല പുളിപ്പൊക്കെ ഉണ്ടാവും. ടേസ്റ്റ് ഇതിനാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, കാശ്മീരി മുളക് പൊടി. പിന്നെ കുറച്ച് നമുക്ക് അതിൽ കഴിഞ്ഞു റീഫില്ലാവക്കാറൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ധനിയ പൗഡർ, ഓക്കെ, അതായത് മല്ലിപ്പൊടി ഇട്ടു. ഇനി കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. ഓക്കെ, നമുക്കിതിനെ ഇളക്കാം. നല്ലോണം നൈസിൽ അരയണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് നിറമായി, പക്ഷേ ഇതിലെങ്ങനെയാണ് കാണണമെന്ന് എനിക്കറിയില്ല. നമുക്ക് കുറച്ചിതിൽ നമ്മുടെ മസാലയുണ്ട്, ഷാഹി പനീർ മസാല ഉണ്ടെങ്കിൽ അതിടാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും അതിലിട്ടിട്ടുണ്ടല്ലോ, കറുവാപ്പട്ടയും അതൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നു, അത്രയേ ഉള്ളൂ. ഇത് നല്ലതാണ് കേട്ടോ, എവറസ്റ്റിൻ്റെ. ഇത് ആഡൊന്നും അല്ല കേട്ടോ, പക്ഷേ അത് നല്ലതാണ്. എവറസ്റ്റിൻ്റെ ആണത്. ഓക്കെ, നമുക്ക് കുറച്ചിട്ടാൽ മതി കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരാനേ. കുറച്ചൊരു സ്പൂണ് അത്രയേ വേണ്ടൂ. പിന്നെ നമുക്കത് വേണമെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഒപ്പം റൈത്തയും പിന്നെ എന്താ പറയുക മിക്സ് വെജിറ്റബിൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഞങ്ങൾക്ക് 4 പേർക്ക് മതി, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഇതൊന്നും കൂടി എന്താ പറയുക
നമുക്ക് നല്ലോണം മയത്തിൽ അരയ്ക്കാം കേട്ടോ. ഇത് കുറച്ച് അരഞ്ഞിട്ടില്ല എൻ്റെ, പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ചിലവരെന്താ ചെയ്യാറിയോ, ഇത് അരച്ചിട്ട് പിന്നെ അതിനെ അരിക്കും, അപ്പം അങ്ങ് വെറുതെ ഇതായിപ്പോവും. പക്ഷെ അങ്ങനെ വേണ്ട, എന്തിനാ അത്, പിന്നെ അത് നമുക്ക് കളയണം, നമുക്ക് ഇതായുണ്ട്. അതൊക്കെ ഫൈബറല്ലേ, അതൊക്കെ ഉള്ളിൽ പോട്ടെ, നല്ലതാണ് ഫൈബർ, എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്കിതിലേക്ക് പനീർ ഇടാം കേട്ടോ. ഞങ്ങളിവിടെ മദർ ഡയറിയുടെ പാലും അതൊക്കെ വാങ്ങിക്കുന്നത്, നല്ലതാണ് അത്. ഓക്കെ, അതിൻ്റെ ഒരു 250 ഗ്രാം പനീർ മതി. ഇതിലേക്ക് കട്ട് ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ കുറച്ച് വീതിയുള്ള പനീരാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ, ക്യൂബായിട്ടല്ല. അത് വേറെ ഇതിനാണ്, ഇതിപ്പോൾ ഷാഹി പനീരാണല്ലോ, അപ്പോൾ ഇതിനിങ്ങനെ വീതിയുള്ള പനീരാണ്. ഇതൊരു ഓറഞ്ച് നിറത്തിലായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇതൊന്ന് തിളച്ചു, ഇനി ഒന്ന് നമുക്ക് ഈ പനീരിടാം. അധികം ഇങ്ങനെ ഇളക്കരുത്, അത് പൊടിഞ്ഞു പോവും. എന്താ വെച്ചാൽ നമ്മളിത് വറക്കാതല്ലേ ഇട്ടിരിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഒന്ന് തിളക്കട്ടെ. കുറച്ച് ഗരം മസാല പൗഡർ ഇടാം. ഷാഹി മസാല ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചൊരു ഗരം മസാല പൗഡർ ഇട്ടു. നന്നായിട്ടൊന്ന് കളക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടേക്ക് കെയർ. ബൈ ബൈ.